ഹായ് ഓൾ, ദിസ് ഈസ് ഷാഹിദ്. വെൽക്കം ബാക്ക് ടു പെർഫ്യൂം വേൾഡ്. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഇൻട്രോ? എങ്ങനെയുണ്ട്? അപ്പോൾ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഒരു കൊട്ടക്കണക്കിന് പെർഫ്യൂം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 lakh 2 lakh എല്ലാതും ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആയിരിക്കും. ഏതൊക്കെ പെർഫ്യൂമാണ്, ഏതൊക്കെ ബ്രാൻഡ് പെർഫ്യൂം എന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ ഓൾമോസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ചിലത് പിന്നെ കുറേ പർച്ചേസ് ചെയ്തപ്പോൾ അവർ എക്സ്ട്രാ ഗിഫ്റ്റ് ആയിട്ട് വെച്ചെന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഏതെടുക്കാം? ഫസ്റ്റ് നമുക്ക് അബ്ദുസ്സമദ് അൽ ഖുറൈഷിയുടെ 2 പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ എനിക്കൊരു സാധനം, ഒരു അത്തർ ഗിഫ്റ്റായിട്ട് അവർ തന്നിട്ടുണ്ട്. ഏതൊക്കെയെന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഖുറൈഷി ബ്ലാൻഡ് നോവ എന്നുള്ളൊരു പെർഫ്യൂം. അതുപോലെ ഖുറൈഷി ബ്ലാൻഡ് റോയൽ. ഇത് രണ്ടും വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു അത്തർ, ഒരു മസ്ക് ലോഷനാ തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് എടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ല് കിട്ടാം. ഇതിലൊന്ന് അവരുടെ ഖുറൈഷി ബ്ലെൻഡിൻ്റെ അതിൻ്റെ ഒരു എക്സ്ട്രേറ്റ് വേർഷനാണ് ഈ റെഡ് അല്ലെങ്കിൽ ഈ ബ്ലാക്ക്. ഓക്കെ, വില്ല. ഓക്കെ, യെസ്, ഖുറൈഷി ബ്ലാൻഡ് ഓപ്പൺ ചെയ്തരാം. നല്ല പ്രസൻറ്റേഷൻ കേട്ടോ, അടിപൊളി പ്രസൻറ്റേഷനാണ്. എൻ്റെ മോനെ, ഇതാ ഈ രൂപത്തിലാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത്. എക്സ്പെൻസീവ് ആണ്. എൻ്റെ മോനെ, ആ ബോട്ടിൽ നോക്കി, ലുക്ക് അറ്റ് ദ ബോട്ടിൽ. വാവ്, യെസ്, ലുക്ക് അറ്റ് ദ ബോട്ടിൽ. സെറ്റല്ലേ? ഇതാണ് ഖുറൈഷി ബ്ലെൻഡ് നോവ. ഇത് ഏതാ സ്മെല്ല് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഓവർ സ്പ്രേ അടിക്കുന്നില്ല, കാരണം എല്ലാം കൂടി അൺബോക്സ് ചെയ്ത് സ്മെല്ല് ചെയ്യുന്ന ആളാണ്. ഇതാണ് തോന്നുന്നുണ്ട് ആ ഒരു ഖുറൈഷി ബ്ലെൻഡിൻ്റെ ഒന്നും കൂടി മെച്ചോർഡ് ആയിട്ടുള്ള വേർഷനാണ് തോന്നുന്നുണ്ട്. ഏതായാലും സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്ട്രോങ് ആണ്. ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് നാട്ടിലത്തെ ഒരു 20,000 റുപ്യ പ്രൈസ് വരുന്നുണ്ട് ഇതിന്. ഓക്കെ, ഓഫർ ഉണ്ടാകുമ്പോൾ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ നഷ്ടമാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഊതാണ്. അതിൽ ലെതർ വരുന്നുണ്ട്, സ്പൈസി വരുന്നുണ്ട്, ലൈറ്റായിട്ടുള്ള കാരമൽ, അങ്ങനത്തെ എന്തൊക്കെയോ നോട്ട്സാണ്. നോട്ട്സൊന്നും ഞാൻ നോക്കിയിട്ടില്ല, കിട്ടിയൊരു വൈബാണ് പറഞ്ഞിട്ടുള്ള സാധനം. അടിപൊളിയാണ്, എക്സ്പെൻസീവ് ആണ്. ബ്ലൈൻഡ് ബൈ ആരും വാങ്ങരുത്, പോയി ടെസ്റ്റ് ചെയ്യുക, ഇഷ്ടപ്പെടണം മാത്രം വാങ്ങുക. ദ സെക്കൻഡ് വൺ, റോയൽ ഊദ്. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. റോയൽ ഊദ്, അതിൻ്റെ ഒരു റെഡ്. ഓക്കെ, പ്രസൻറ്റേഷൻ സെയിം ആണ്. ഇതും ഷെടാ മോനെ, ഖുറൈഷി ബ്ലെൻഡ്. ഇത് ഖുറൈഷി ബ്ലെൻഡ് റോയൽ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഖുറൈഷി സീരീസിൽ എല്ലാതും ഒരു സെയിം DNA വരുന്നുണ്ട്, പക്ഷെ അതിൽ ലൈറ്റായിട്ടുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അവർ വരുത്തിയിട്ടുള്ളത്. ഓക്കെ, സെയിം ബ്ലെൻഡിൽ സെയിം DNA ചെറിയ ട്വിസ്റ്റ്. ഇതും അടിപൊളിയായിട്ടാണ്. ഇത് റെഡിനെ സൂചിപ്പിക്കുന്നത് കുറച്ചും കൂടി സ്വീറ്റ്നെസ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഒരു സ്വീറ്റ്നെസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നൈസ് വൺ. സെയിം DNA കുറച്ചും കൂടി സ്വീറ്റ്നെസ്സും ചെറിയ മാറ്റങ്ങൾ. ഓക്കെ, അതാണ് ഖുറൈഷി ബ്ലെൻഡ് റോയൽ. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ഒരു മസ്കിൻ്റെ ഒരു അത്തർ വന്നിട്ടുണ്ട്. ഇത് അവർ പറയുന്നത് ഈ ഒരു മസ്ക്, ഈ ഒരു സാധനം അപ്ലൈ ചെയ്തതിന് ശേഷം പെർഫ്യൂം ഒന്ന് നെക്കിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ലാസ്റ്റിങ്ങും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ബൂസ്റ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ അഹമ്മദ് അൽ മഗ്രിബിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്, പിന്നെ കുറേ അവർ എക്സ്ട്രാ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അധികം മസ്ക് ടൈപ്പ് അത്ര എനിക്കിഷ്ടമില്ല, അത് ഞാൻ വാങ്ങിയിട്ടില്ലേനു, പക്ഷെ അവർ എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്തു. ഓക്കെ, പുതിയ ന്യൂ ലോഞ്ച് ഐറ്റം ഉണ്ട്. ഓക്കെ, കൗക്കബ് അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ സ്മെൽ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല, നൈസ് വൺ. ഓക്കെ, കൗക്കബ് എന്ന് പറയും. ഇതിൻ്റെ പ്രസൻറ്റേഷൻ അടിപൊളിയാട്ടോ. ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തത് സാഹിയ സിറ്റി സെൻറ്റർ എന്നാണ്. എൻ്റെ പ്രസൻറ്റേഷൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്? ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സാധനം നോക്കി, ഏതാ പ്രസൻറ്റേഷൻ എന്നറിയാം. സെറ്റ്.
കണ്ടില്ലേ? ഓ, ഈ ഒരു സ്റ്റാർ വരെ വെക്കാൻ ഒരു ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. നൈസ് പ്രസൻറ്റേഷൻ, അടിപൊളി. ഇങ്ങനെയാണ് പെർഫ്യൂമിൻ്റെ ബോട്ടിൽ വരുന്നത്. കണ്ടിട്ടില്ലേ? ഒന്ന് കാണിച്ചത് കണ്ടില്ലേ? നൈസ്. കൗക്കബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്മെൽ ചെയ്ത് നോക്കാം. നല്ല ക്യാപ്പ് ഇട്ടാ, ക്യാപ്പ് അടിപൊളി ക്യാപ്പ്. കോൺസെൻട്രേഷൻ നല്ല ഉണ്ട്, അത് എല്ലാത്തിലും ഉണ്ടാവും. അയ്യോ, അടിപൊളി ഊത്. പക്ഷെ ഞാൻ അവിടുന്ന് സ്മെൽ ചെയ്തതും ഇവിടുന്ന് സ്മെൽ ചെയ്തതും ഇത് കുറച്ചും കൂടി അടിപൊളി സ്മെല്ലായിട്ടുണ്ട്. അവിടുന്ന് ഞാൻ സാഹിയയിൽ കുറേ ഇങ്ങനെ സ്മെൽ ചെയ്ത് കറങ്ങി ലാസ്റ്റാണ് അഹമ്മദ് കാണുന്നത് തോന്നുന്നുണ്ട്. നൈസ്. എനിക്കറിയുന്ന ഏതോ ഒരു സ്മെല്ലായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. ഇത് നല്ലൊരു ഫ്രൂട്ടി ലെവൽ ഊതായിട്ട് വരും. ഓക്കെ, ഫ്രൂട്ടി വൈബ് കിട്ടുന്നുണ്ട്. അതിൽ നല്ലൊരു അറബിക് ട്വിസ്റ്റ് വരുന്നുണ്ട്. നല്ലൊരു ബിജുനിസത്തിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു റോസ് ഉണ്ട്. ആ റോസ് നന്നായിട്ട് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, നൈസ്, അടിപൊളി സാധനം. അടിപൊളി, നൈസ്. പെർഫോമൻസ് എനിക്കറിയില്ല, ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ വരുള്ളൂ. നെക്സ്റ്റ് അഹമ്മദിൻ്റെ ബ്രൂലി. നല്ല പാക്കിങ്. യെസ്, ഇങ്ങനെയാണ് ബ്രൂലിൻ്റെ പാക്കിങ് വരുന്നത്. ബോട്ടിൽ എടുത്ത് നോക്കാം. അയ്യോ, ബ്രൂലി നമ്മുടെ അൽത്താഹിറിൻ്റെ ടെസ്റ്റാണ്. അപ്പം ഞാൻ നമ്മളെ കുറേ സ്മെൽ ചെയ്തപ്പോൾ കിട്ടാഞ്ഞിട്ടാവാം. യെസ്, അൽത്താഹിറിൻ്റെ ടെസ്റ്റാണ്. പക്ഷെ നല്ല ആംബ്രോക്സിൻ്റെ പ്രസൻസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബ്രൂലി അൽത്താഹിറിൻ്റെ ടെസ്റ്റിനാണ് തോന്നുന്നുണ്ട്. ആരെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ ഉള്ളത് അഹമ്മദിൻ്റെ സുമുർ. ഇതാണ് സുമുർ. ഇതിൻ്റെ പ്രസൻറ്റേഷൻ അടിപൊളി പ്രസൻറ്റേഷൻ കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ. സുമുർ 60 ml ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിൽ ഊദ് ഖിനാം വരുന്നുണ്ട്. ഊദ് ഖിനാം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ആ ഒരു സ്മെല്ല് ഡൈജസ്റ്റ് ആവുമെന്ന് അറിയില്ല. ഊദ് പ്രേമികൾക്ക് മാത്രം പറ്റുള്ളൂ. ബ്ലൈൻഡ് ബൈ ആരും വാങ്ങരുത്. ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. ഊദ് ഖിനാമിൻ്റെ പ്രസൻസ് ഇതിൽ നന്നായിട്ട് ഉണ്ട്. അടിച്ചോക്കട്ടെ. അയ്യോ, എനിക്കിഷ്ടമായി. ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ദഹലൂദ്, അതുപോലെ കമ്പോഡി, ഖദീം, സുയൂഫി, ആ ടൈപ്പ് സാധനമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. വാ, അടിപൊളി സാധനം കേട്ടോ. ലവ്ഡ് ഇറ്റ്. നല്ല ഇത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ദഹലൂദ് ബേസ്ഡ് ഊദ് ഖിനാമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള റോസിൻ്റെ ഒക്കെ ഒരു മിക്സിംഗ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അത്രയും ഡൈഹാർട്ട് ഊദിൻ്റെ ഫാനാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ആ ഒരു ഊദിൻ്റെ ആളാണ്, അതുകൊണ്ട് എനിക്ക് സാധനം ഇഷ്ടമായിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഞാൻ വിട്ടുപോയൊരു സാധനമാണ് അഹമ്മദ് അൽ മാരിബിൻ്റെ പച്ചോളി. നല്ല സ്മെല്ലാട്ടത്. പച്ചോളി കിഡുമാണ്. ഇതൊക്കെ പഴയ പ്രൊഡക്റ്റാണ്. ഞാനത് പല ടൈമിൽ സ്മെല്ല് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനത് മറന്നു പോകും. ഓരോന്ന് എഴുതി വെക്കും. അതിൻ്റെ ഇടയിൽ കുറേ പേര് ഇത് ട്രൈ ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അത് നോക്കും. അങ്ങനെ വിട്ടുപോയി ബാക്ക് പോയൊരു സാധനമാണ് അഹമ്മദ് മാരിബിൻ്റെ പച്ചോളി എന്ന് പറയും. അടിപൊളി സാധനം കേട്ടത്. നിങ്ങൾ ഈ എല്ലാ അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, സെലക്റ്റീവായിട്ടേ എടുക്കുകയുള്ളൂ. അടിച്ചു നോക്കാം. അരേ വാ, പച്ചോളി, നോ വേർഡ്സ്. അഫോർഡബിൾ ആണ്. ദ നെക്സ്റ്റ് വൺ സിസ് അറേബ്യൻ്റെ ഒരു പെർഫ്യൂമാണ്. സിസ് അറേബ്യൻ്റെ അവർ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു സാധനം, സിസ് അറേബ്യ ഇൻസെൻസ് 1 എന്ന പേരിൽ. ഓക്കെ, ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഏതിൻ്റെ ടൈക്കോണാണെന്ന് എനിക്കറിയില്ല. പുതിയതായപ്പാണ്ട് വാങ്ങി. യെസ്, പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് ഇൻസെൻസ് 1. സ്മെല്ല് എങ്ങനെ നോക്കാം.
ഞാൻ ആദ്യം ഈ ഓറഞ്ച് കളർ കണ്ടപ്പോൾ ഈ അൽത്തായറിൻ്റെ ട്വിസ്റ്റ് ആവാനാണ്, പക്ഷേ അല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അല്ലല്ലോ ഇത്. ഇത് സ്മെല്ല് മാറിയിട്ട് തട്ടിപ്പൊളി സ്മെല്ല്. ഫസ്റ്റ് അടിച്ചപ്പോൾ നല്ലൊരു ലുബാൻ വിത്ത് സ്മോക്കി, ആ ഒരു ലുബാൻ്റെ സ്മെല്ലായിരുന്നു നന്നായിട്ട് കിട്ടിയിരുന്നത്. പിന്നെ അത് ഒരു ലെമൺ വൈബ് വരുന്നുണ്ട്, ഒരു ക്രീമി, ഒരു ചോക്ലേറ്റ് ടൈപ്പ്, ഒരു ലൈറ്റ് ആയിട്ടുള്ള വനില, ഗുർമോൺ, റം, അങ്ങനത്തെ ഒരു നല്ലൊരു ഫ്രാഗ്രൻസ്, ഒരു നീഷ് ടൈപ്പ് ഫ്രാഗ്രൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് നൈസ്. ഇത് അടിപൊളി. എക്സ്ട്രാ ഡീപ്പ് പെർഫ്യൂമാണ് വരുന്നത്. ദിസ് ഈസ് സോ നൈസ്. പൊളി, ഇത് കൊള്ളാം. പക്ഷേ ഇതിൻ്റെ ടൊബാക്കോ 1 എന്നൊരു സാധനമുണ്ട്, അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് പോരാ, സ്മെല്ല് ചെയ്തപ്പോൾ ഓക്കെ, പക്ഷേ അടിച്ച സമയത്ത് വേറെ എന്തൊക്കെയോ ഒരു ടൈപ്പ് സ്മെല്ല്, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു നോട്ട്സ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായില്ല. ദ നെക്സ്റ്റ് വൺ ഫ്രം റീഫ്. റീഫിൻ്റെ എത്ര ഐറ്റംസാണ് ഞാൻ വാങ്ങിയത്? 1, 2, 3, 4, 5. റീഫിൻ്റെ 5 പെർഫ്യൂം വാങ്ങി. ഒരു സാധനം മനസ്സില്ലാ മനസ്സോടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, അത് റീഫ് 33. റീഫ് 33 ഇമ്പീരിയൽ വാലി ആണെന്ന് എനിക്കറിയാം. കുറേ പേര്, ഞാൻ ഇമ്പീരിയൽ വാലിൻ്റെ ഒരു ഡേ ഹാർട്ട് ഫാൻ ആണെങ്കിലും ഇമ്പീരിയൽ വാലി ഫസ്റ്റ് ലോഞ്ച് ചെയ്ത് ഇവരാണ് 2019. പിന്നെ 20 21 ആണ് ഗിസ ലോഞ്ച് ചെയ്തത്. പക്ഷേ ഗിസേൻ്റെ ക്ലിക്കായി പോയി, ഇവരത് ക്ലിക്കായില്ല. ഓക്കെ, പിന്നെ ഞാൻ ഇമ്പീരിയൽ ആ സാധനം വാങ്ങണോ, എൻ്റെ അടുത്ത് ഒരുപാട് ആൾട്ടർനേറ്റീവ്, ഒരുപാട് ഇമ്പീരിയൽ വാലി ഉണ്ട്, ഒരു 10 ഉണ്ട്. അപ്പോൾ അത് വാങ്ങണോ വേങ്ങണ്ട എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ ഏതായാലും വാങ്ങാമെന്ന് വിചാരിച്ചു, നിങ്ങൾ പറഞ്ഞതല്ലേ. ഓക്കെ, പിന്നെ 33 വൈറ്റും വാങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് റീഫിൻ്റെ പെസ്ക എന്നുള്ള സാധനം, റീഫിൻ്റെ ഈ ഒരു ഓറഞ്ച് തീമിൽ. ഇത് എന്നോട് ആരോ പറഞ്ഞു, അറബ് കളക്ഷനിൽ ദിരിയ, റീഫിൻ്റെ ദിരിയ. ഇത് നിങ്ങളുടെ സ്വന്തം, നമ്മുടെ സ്വന്തം റീഫ് 33. ദ നെക്സ്റ്റ് വൺ റീഫിൻ്റെ വോൾക്കാനോ. റീഫ് ന്യൂ ലോഞ്ച്ഡ് ഒരു സീരീസ് ഉണ്ട്, ആദ്യത്തെ ഒന്നാണ് റീഫിൻ്റെ വോൾക്കാനോ. ഇത് സീരീസ് ഏത് എനിക്കറിയില്ല. പിന്നെ റീഫിൻ്റെ 33 വൈറ്റ്. ഓക്കെ, റീഫ് പെസ്ക, പെസ്കനല്ലേ പ്രൊണൗൺസ് ചെയ്യല്, പെസ്ക. ഇത് പ്രസൻറ്റ്, ഇത് 200 ml ബോട്ടിലാട്ടത്. എങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്? 200 ml ആണ്, കണ്ടില്ലേ. ഇത് സ്മെല്ല് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ ഒരു DNA. എന്താ ആറ്റമൈസർ, വാട്ട് ആൻ അമേസിങ്. അഹമ്മദിൻ്റെ ഊദ് ലാവൻഡറിൻ്റെ ഒരു ഡയറക്ഷൻ. ഊദ് ലാവൻഡർ ശരിക്കും പറഞ്ഞാൽ ഇത് സെർജോഫിൻ്റെ ആക്സെൻ്റ് എന്നൊരു പെർഫ്യൂം ഉണ്ട്, അതിൻ്റെ ട്വിസ്റ്റാണ് അഹമ്മദിൻ്റെ ഊദ് ലാവൻഡർ. ആ ഒരു ആക്സെൻ്റിൻ്റെ DNA ഒരു ഊദ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു ഡയറക്ഷനാണ്, അല്ല ആ ഒരു ട്വിസ്റ്റാണ് അഹമ്മദിൻ്റെ. ഇത് ആ ഒരു സെർജോഫിൻ്റെ ആക്സെൻ്റിൻ്റെ സെയിം ഫ്രാഗ്രൻസ് ആണ്, പക്ഷെ അതിലൊന്നും കൂടിയും കുറച്ചും കൂടി ഒരു ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രഷ് സിട്രസി, ലെമൺ, ലാവൻഡർ, ഒരു ഫ്രൂട്ടി വൈബാണ് കിട്ടുന്നത്. ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്, ഫ്രഷ് ലാവൻഡർ ടൈപ്പാണ് അതിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നത്. റീഫിൻ്റെ പെസ്ക ഏകദേശം ഇതിന് 290 അങ്ങനെന്തോ ദിർഹംസ് വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് അവരുടെ അറബ് കളക്ഷനിൽ വരുന്ന മജ്മുഅത്തു ദിരിയ. റീഫിൻ്റെ ബോക്സൊക്കെ സെയിം ആട്ടോ. ദിരിയ, ഇവിടെ അറബിയിൽ അറബ് എഴുതിയിട്ടുണ്ട്. നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് ആറ്റമൈസറിൽ സ്പ്രേ. ഇത് നമ്മുടെ എന്താ പറയുക, ലക്ഷറി മെയ്ഡാൻ്റെ ഫ്രാഗ്രൻസിൽ നല്ലൊരു ഊതിൻ്റെ ടിസ്റ്റാണ്. ഓക്കെ, നൈസ്, സ്ട്രോങ്. ഈ അറബ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ അറബികൾ ഇങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ലെതർ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. സെറ്റ്. ഇതിൻ്റെയൊക്കെ ഡീക്കാൻ്റെ വേണം, നിങ്ങൾ സ്പ്ലിറ്റ് ഓഫ് ഷാഹിദിൽ മെസ്സേജ് അയക്കട്ടോ. ഓക്കെ, അവിടെ ഡീക്കാൻ്റെ കിട്ടും. ഇത് റീഫ് 33 വൈറ്റ്.
വൈറ്റ് എനിക്ക് റീഫിൻ്റെ ഒരു കളക്ഷൻ നമ്മുടെ ഫോളോവറിനെ കൊണ്ട് ഞാൻ വാങ്ങിച്ച് അവരെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് റീഫ് 33 വൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറിന്ന് സ്മെൽ ചെയ്ത് നോക്കി, എനിക്ക് സ്മെൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളത്. അയ്യവ സെറ്റ്, നൈസ് വൺ. റീഫ് 33. നെക്സ്റ്റ് റീഫ് 33 ബ്ലാക്ക്, നമ്മുടെ ഇമ്പീരിയൽ വാലി. പക്ഷെ പാവട്ടോ, ഇമ്പീരിയൽ വാലി ഇവരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇവരാണ് ഓയിൽ ഇറക്കിയിട്ടുള്ളത്. ഇവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് കിസ്സ ഓയിൽ വാങ്ങുന്നതും. അത് വേറെ വിഷയം. ഈ റീഫിന് ഉണ്ടാക്കി കൊടുത്ത ടീമിൻ്റെ അടുത്തു നിന്നാണ് നമ്മുടെ കിസ്സ ഓയിൽ വാങ്ങുന്നത്. അതിൽ ടിസ്റ്റ് എന്തെങ്കിലും വരുത്തിക്കണമെന്ന് അറിയില്ല, ഇത് ഉപയോഗിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ടിസ്റ്റ് വരുത്തിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്നല്ലേ. അതൊക്കെ ഉണ്ട്, നമുക്കറിയാം ഈ മാർക്കറ്റിൽ എവിടെ നിന്നാണ് ഓയിൽ, ആരൊക്കെ ഓയിൽ എടുക്കുന്നുണ്ട്, ഇന്നതിൻ്റെ ഓയിൽ ആരൊക്കെ ഇവരെടുക്കുന്നുണ്ട്, അതൊക്കെ ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഓ ഇല്ല കേട്ടോ, കിസ്സ ടിസ്റ്റ് ചെയ്തിട്ടാണ് സാധനം എടുത്തിട്ടുള്ളത്. കിസ്സയിൽ നല്ല ടിസ്റ്റ് വരുത്തിയിട്ടുണ്ട്. ഓ ഇത് സൂപ്പർ. താങ്ക്സ് മൈ ഫോളോവേഴ്സ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇത് ഇമ്പീരിയൽ വാലിൻ്റെ ഫ്രാഗ്രൻസിൽ ആ ഒരു പൈനാപ്പിൾ ടൈപ്പ് ഒരു ഫ്രൂട്ടി നോട്ട്സ് ഉണ്ടല്ലോ, അത് ഒന്നും കൂടിയും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു റീഫ് 33. ഓ നൈസ്, അടിപൊളി. ഒന്ന് അടിച്ചു നോക്കട്ടെ ഇവിടെ. സെറ്റ്. ആ ഒരു പൈനാപ്പിളിൻ്റെ നോട്ട്സ് ആണോ അതിൽ പൈനാപ്പിൾ നോട്ട്സ് പോലെ ഫീൽ ചെയ്യുന്നൊരു നോട്ട്സ് വിത്ത് അനിമൽ കൂട്. ഓ നൈസ്, ദിസ് ഈസ് ഡാം അടിപൊളി കേട്ടോ. ഇത് ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നഷ്ടമായിരുന്നേനെ. സെറ്റ്. ദ ലാസ്റ്റ് വൺ ഫ്രം റീഫ്, വോൾക്കാനോ. വോൾക്കാനോ ഇതാ, യെസ്, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ സ്മെല്ല് ഇതാ. ഇതിൽ ഈ ഒരു ഫ്രാഗ്രൻസ് ഡിസൈൻ ചെയ്ത ആളുടെ പ്രൊഫൈൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലത്തെ വേറൊരു ബോട്ടിലും വരുന്നുണ്ട്. അതിൽ സ്മെല്ല് വരുന്നത് നമ്മുടെ മെയ്ഡാൻ്റെ ഒരു ടിസ്റ്റാണ്. ഇത് ആ ഒരു മെയ്ഡാൻ്റെ ടിസ്റ്റാണോ എന്നും അറിയില്ല കേട്ടോ, ഞാൻ ഏതാ എടുത്തതെന്ന് അറിയില്ല. അല്ല, ഇത് നൈസ് ഫ്രാഗ്രൻസ്. എനിക്കതിലും ഇഷ്ടപ്പെട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ യൂണിസെക്സ് ആണ്. നൈസ് വൺ. ഇതിൻ്റെ ഒക്കെ ഡീക്യാൻസ് വേണ്ടവരെന്ത് ചെയ്യാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാവും, സ്പ്ലിറ്റ് ഓഫ് ഷാഹിദി. അതിൽ മെസ്സേജ് അയക്കാം. അത് ഞാനല്ല ഡീൽ ചെയ്യൽ, വേറെ ടീമായിരിക്കും. അപ്പോൾ അവർ നിങ്ങൾക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരും. ഓക്കെ, അപ്പോൾ അങ്ങനെ റീഫ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ പെർഫ്യൂം അൺബോക്സ് ചെയ്യാണ്ട് അതിൻ്റെ വീഡിയോ പാർട്ട് 2 ആക്കിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തോളി. നിങ്ങൾക്ക് വേണ്ട റയർ യൂണീക്ക് ആയിട്ടുള്ള അറബിക് ഫ്രാഗ്രൻസും ഫ്രഞ്ച് ആവട്ടെ, മോസ്റ്റ്ലി മിഡിൽ ഈസ്റ്റ് ആൻഡ് അറബിക് ടൈപ്പ് ഫ്രാഗ്രൻസ് ആയിരിക്കും ഞാൻ റിവ്യൂ ചെയ്യൽ. അങ്ങനത്തെ റയർ ഐറ്റം നിങ്ങളുടെ കയ്യിലോട്ട് ഞാൻ എത്തിക്കും, അതെൻ്റെ വാക്കാണ്. ഓക്കെ, അപ്പോൾ വേണമെന്നുള്ളവരെന്ത് ചെയ്യാവേ, ഒന്ന് സബ് ചെയ്തിട്ടോളി. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ബി ഗുഡ്, ബി സ്മെൽ ഗുഡ്.